ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ ഫൈനലി ഒരു ട്രിപ്പ് പോവാണ്. യെസ്, എനിക്ക് ഒത്തിരി സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. പണ്ടിങ്ങനെ പാറി പറന്ന് നടന്നിരുന്ന ആളാണെങ്കിലും ഒരു ഒരു പ്രായം കഴിഞ്ഞ് പിന്നെ എൻ്റെ ജോലിയും എല്ലാം പോയി ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 10 വർഷമായി. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ചിറകുകളൊക്കെ എവിടെയോ പോയി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ ഓരോ തവണ ഞാൻ കാലിങ്ങനെ മുന്നോട്ട് വെക്കുമ്പോഴും എന്നെ കുറേ സാധനങ്ങൾ പുറകോട്ട് വലിക്കും. ഒന്ന് എൻ്റെ ഫൈബ്രോമയാൾജിയയുടെ പെയിനാണ്. അത് എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല, എനിക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത എൻ്റെ തലയ്ക്കകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം എൻ്റെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ കരുതുന്നത് ഞാനില്ലെങ്കിൽ ഇവരെല്ലാം തീർന്നു, അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അതിൽ നിന്നുമൊക്കെ എന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ബ്രേക്ക് എടുക്കണം. ഒരു പിള്ളേരൊന്നും ഇല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, അത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പോകണം എന്നുള്ളതിൽ ഒത്തിരി ഞാനിങ്ങനെ ആലോചിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ പോകുന്നത്, ഓക്കെ, ഇതെന്റെ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പാണ്. ഇപ്പൊ ഞാൻ പോകുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് ഷൊർണൂർക്കാണ് പോകുന്നത്. ഒരു 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. പോട്ടറി മേക്കിങ്ങും സസ്റ്റൈനബിൾ ലിവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പൊ പരിപാടിനെ പറ്റി കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്കിത് ഇതിലേക്ക് എന്നെ തള്ളിയിട്ടത് എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരി ഭയങ്കര ഹൈ ലെവൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുമ്പോൾ പുള്ളിക്കാരി എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് കൊണ്ടുതരുമ്പോൾ ഞാൻ പറയും, എനിക്കിത് പറ്റില്ല, എനിക്ക് ഇവിടുന്ന് വേളി വരെ പോകാൻ തന്നെയുള്ള ധൈര്യം ഞാൻ ഇപ്പൊ കുറേശ്ശായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഒറ്റയ്ക്ക് പോകാൻ, പിള്ളേരുമായിട്ട് പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ ഒരു ഗിൽറ്റാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ആരോടും ഡിസ്കസ് ചെയ്യാനോ ഒന്നും ഇല്ലില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിക്കും, പോട്ടെ, ഫ്രണ്ട്സിനോട് ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും. ഇത് ഞാൻ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല. എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കിക്കോളൂ, ഹസ്ബൻഡിനോട് മാത്രം ചോദിച്ചു, പിള്ളേരുടെ കാര്യം നോക്കിക്കോളൂ, കാരണം വർക്കിംഗ് ഡേയ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബാഗ് പാക്ക് ചെയ്ത് പോവാണ്. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് എൻ്റെ പിള്ളേരും ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ എത്തിയത് ഞാനിവിടെ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് മാത്രമാണ്. കാരണം ഇവരുടെയൊക്കെ വിചാരം എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും, എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ വിചാരം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ ജനിച്ചു വീണ കുഞ്ഞാണ് എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറി എന്നുള്ളതാണ്. കാരണം ഒത്തിരി വർഷമായി ജോലിയൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നത് ഒത്തിരി ലേഡീസിന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ ഫൈബ്രോമയാൾജിയുടെ പെയിനും എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് നോക്കിക്കോളുമോ എന്നുള്ള ഡൗട്ടും എല്ലാം പുറകെ വിട്ടിട്ട് ഞാൻ പോയി എന്താവും എന്നൊന്നും അറിയത്തില്ല. എനിവേ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ. ഞാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, എല്ലാം പോയി വന്നതിന് ശേഷം പറയാം. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഒരു കുഞ്ഞു നോട്ട് ഇടണമെന്ന് തോന്നിയോണ്ട് ഇടുകയാണ്. അപ്പോൾ ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, ഞാൻ പോവുകയാണ്. ആൻഡ് അർച്ചന, താങ്ക് യു ഫോർ പുഷിങ് മീ ടു ദിസ്.